ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ കുടുംബാംഗങ്ങളെ, സ്വന്തങ്ങളെ, കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ. പറ ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഞാൻ കൺവെൻഷൻ ഉള്ളതുകൊണ്ട്, ശുശ്രൂഷ ഉള്ളതുകൊണ്ട് രാവിലെ തന്നെ വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ച് ടോക്ക് എടുക്കുകയാണ് കേട്ടോ. ഇന്ന് പ്രത്യേക നിയോഗം ഇത് കാര്യം സമർപ്പിച്ചിട്ടുണ്ട്. കർത്താവിന്റെ അനുഗ്രഹം നമുക്കറിയാം. എല്ലാ 100ാമത്തെ എപ്പിസോഡ് ഇപ്പൊ 2500 ആയിരിക്കും അല്ലെ, ആ എപ്പിസോഡിലേക്ക് കയറുകയാണല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ 3 ദിവസത്തെ സാക്ഷ്യങ്ങള് നിങ്ങൾ ടോക്കുകൾ കേട്ടിട്ടില്ലെങ്കിൽ ഒന്ന് കേൾക്കണേ. അതിനുശേഷം ഇത് കേട്ടിട്ട് ഒരാശീർവാദം. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മക്കളുള്ളവരായിരിക്കും, പക്ഷെ മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി നമ്മൾ കർത്താവിന് സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഒരു വലിയ കൂട്ടായ്മയുടെ ശുശ്രൂഷയാണ് കേട്ടോ. അത് കഴിഞ്ഞ 3 ദിവസത്തെയും കൂടെ ഒന്ന് അതൊരു വിശ്വാസത്തിന്റെ ഒരു അവസ്ഥയും കൂടിയാണ്. ഇന്നത്തെ വചനം അങ്ങനെ തന്നെയാണ്. നമുക്ക് ഒരൊറ്റ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മക്കളില്ലാത്ത എല്ലാവരും ഓർക്കണം, പിന്നെ ഡെലിവറിക്ക് ഒരുങ്ങുന്നവരെ ഓർക്കണം, ഗർഭാവസ്ഥ കോംപ്ലിക്കേഷൻസ് ഉള്ളവരെ ഓർക്കണം. അങ്ങനത്തെ കൂടെ എല്ലാവരും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. നല്ല ഏകാഗ്രതയിൽ ഒറ്റക്കെട്ടായിട്ട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാ. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു പറയണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് റോമ ലേഖനത്തിൽ 4ാമത്തെ അധ്യായത്തിന്റെ 19ാമത്തെ വചനത്തെ അടിസ്ഥാനപ്പെടുത്തിയ ലെറ്റർ റോമൻസ് ചാപ്റ്റർ 4:19. അതിന് ഇതാണ് എന്റെ പ്രിയപ്പെട്ട എന്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇത് നമ്മുടെ വിശ്വാസത്തെ ദുർബലമാക്കരുത് എന്നാണ്. വചനം ഇതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വചനമാണ്. നേരത്തെ ഒരു അഭിഷേകം ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് വചനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 100 വയസ്സായ തന്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നുവെന്നും സാറായുടെ ഉദരം വന്ധ്യമാണെന്നറിയാമായിരുന്നിട്ടും അവന്റെ വിശ്വാസം ദുർബലമായില്ല. ഹല്ലേലൂയാ. എന്തൊരു വചനമാ. സത്യത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ, അസാധ്യതകൾ നമ്മൾ അറിയാതിരുന്ന നമുക്കൊരു വിശ്വാസം ഉണ്ടാവും, ശരിയല്ലേ? എന്നാൽ അസാധ്യതകളെല്ലാം നമ്മൾ അറിയുന്നതോറും നമ്മുടെ വിശ്വാസം ഇങ്ങനെ ദുർബലമായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇന്നത്തെ നമ്മുടെ കോണ്ടക്സ്റ്റിൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 18 വർഷമായി, 20 വർഷമായി. ഇനിയിപ്പോ എന്തായാലും പിള്ളേരുണ്ടാകാൻ സാധ്യതയില്ല. കാരണം എല്ലാ ചെക്കപ്പുകളും നടത്തി, എല്ലാ ഡോക്ടേഴ്സിനെയും കണ്ടു, എല്ലാവരും സാധ്യതയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. വിശ്വാസം ദുർബലമായില്ലേ? പിന്നെ പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? ഇതൊരു ഉദാഹരണം പറയാണ്, ഒറ്റ ഉദാഹരണം പറയാണ്. പക്ഷെ എനിക്ക് അപരാധം 100 വയസ്സായ തന്റെ ശരീരം മൃതപ്രായം, സാറായ ഉദരം വന്നു, എല്ലാം ക്ലിയർ ആയിട്ട് അറിയാം. പിന്നെ അതിനകത്തൊരു പോസിബിലിറ്റി ഇല്ലല്ലോ. അവന്റെ വിശ്വാസം ദുർബലമായില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ സമൂഹം തന്നെ ദുർബലമായി പോകാൻ കാരണം എന്താണെന്നറിയോ? ഈ ഒരു തരത്തിലുള്ള ഈ വിശ്വാസത്തിന്റെ വർധനവില്ലാത്തത് കൊണ്ടാണ്. കാരണം ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കയറി വരണം. നമ്മുടെ വിശ്വാസം ദിവസം തോറും ദുർബലമായിക്കൊണ്ടിരുന്ന സമസ്ത മേഖല ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഒരു 100 മീറ്റർ ഓട്ട മത്സരത്തിന് ഒരു കുട്ടി നിൽക്കുന്ന സമയത്ത് ഞാൻ തോക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്നത് അവൻ ഉറപ്പായിട്ടും തോക്കും. തോറ്റില്ലേ അത്ഭുതമുള്ളൂ. വി ഷുഡ് ഹാവ് എ കോൺഫിഡൻസ് ഫോർ എവരിത്തിങ്. നമുക്കൊരു കോൺഫിഡൻസ്, അത് ലോകത്തിന്റെ ഭാഷയാണെങ്കിൽ ഇവിടെ വിശ്വാസമാണ്. എന്റെ സഹോദരങ്ങളെ, ബൈബിളിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാം കർത്താവ് ചോദിക്കുക, എനിക്ക് അസാധ്യമായിട്ട്, എനിക്ക് കഴിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് പ്രപഞ്ചം ഉണ്ടായവന് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഓവറിയിലെ സിസ്റ്റുകളെ മാറ്റാൻ പറ്റിയല്ലേ? ഞാൻ ഇന്നത്തെ വചനം അതായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. നമ്മുടെ കടബാധ്യത മാറ്റാൻ പറ്റിയല്ലേ? നമ്മുടെ തടസ്സം മാറ്റാൻ പറ്റിയല്ലേ? എല്ലാം കർത്താവിന് വരും ഒരൊറ്റ സെക്കൻഡ് കൊണ്ട്. കർത്താവ് ലെബനോൻ ഒരു വയല് വനമൊക്കെ തന്നെ 1 സെക്കൻഡ് പോലെ എന്നാണ് ഏശയ്യാൽ കർത്താവിന് വചനം വെളിപ്പെടുത്തുന്നത്. അപ്പൊ അത് കർത്താവ് ഇതൊക്കെ നമ്മൾ മുഴുവൻ മദ്യപാനം നിൽക്കുന്ന ഒരാൾ ടക്കെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം മുതൽ നല്ലൊരു കൃപയിലേക്ക് വരാൻ പോരെ? എന്തിനാ നമ്മുടെ ഈ അവിശ്വാസം എന്ന് പറയുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എപ്പോഴും പിശാച് നമ്മുടെ ചിന്തയിൽ ഒരുപാട് സാധനം കൊണ്ടിട്ട് നമ്മുടെ വിശ്വാസത്തെ ദുർബലമാക്കിക്കണം. അവിടെ നമ്മൾ പിടിച്ചു നിൽക്കണം. ഇത് ഞാൻ ഇന്നത്തെ ടോക്കുമ്പോൾ ഉദ്ദേശിച്ചല്ല, നമ്മുടെ എല്ലാ മേഖലകളിലും ഇതില്ല എങ്കിൽ കയറാൻ എളുപ്പമല്ല. അതാണ് അപ്പസ്തോലന്മാരെ ഈശോ, നിങ്ങളുടെ വിശ്വാസം എവിടെ? നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, നിങ്ങളുടെ വിശ്വാസം എവിടെ അല്ലേ? ചോദിക്കുകയാണ്. ഇത് എവിടെ പോയി? നിങ്ങൾ എന്നെ കാണിക്കുന്നേ? നമ്മൾ പിള്ളേരെ വഴക്ക് പറയുന്നത് പോലെ തന്നെ പറയാതെ അപ്പസ്തോലന്മാരെ മെയിനായിട്ട് വഴക്ക് പറയുന്നൊരു കേസ് ഇതാ, വിശ്വാസത്തിന്റെ കേസിലാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വിശ്വാസം വർദ്ധിക്കണം, പ്രാർത്ഥിക്കണം. ഓരോ പ്രാർത്ഥന അതുപോലെ ഫലദായകമായി തീരും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കണം. നമുക്ക് ഒരുമിച്ച് അങ്ങ് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഉച്ചത്തിൽ സ്തുതിക്കാം. ആരാധന. ഈ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ച പോലെ എന്നൊക്കെ തീഷ്ണതയോടുകൂടെ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ആശീർവാദം കൊടുക്കുകയാണല്ലോ. കർത്താവെ, മക്കളില്ലാത്ത എല്ലാ ദമ്പതികളെ കർത്താവരെല്ലാം പ്രത്യേകം സമർപ്പിക്കുക. കർത്താവെ, ടോക്കിലൂടെ ആശീർവാദം സ്വീകരിച്ച് മക്കളുണ്ടായ 100 കണക്കിന് ദമ്പതികളുടെ കർത്താവ് സാക്ഷ്യങ്ങളുടെ മഹത്വം മുഴുവൻ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. സാക്ഷ്യം സാധിക്കാത്തവരുടെ സാക്ഷ്യങ്ങളുടെ മഹത്വം അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവ് ഗർഭാവസ്ഥ കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നവര് കർത്താവ് ഈ പ്രാർത്ഥന വഴി, ഫ്രൂട്ടമേരി പ്രാർത്ഥന വഴിയൊക്കെ അനുഗ്രഹം പ്രാപിച്ചതിന് 1000 കണക്കിന് നന്ദിയും സാക്ഷ്യവും മഹത്വം
എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവ് അവിടുന്ന് കരുണ കാണിക്കണം. ഭൂമിയിൽ രണ്ടുപേർ ചോദിക്കുന്ന ഏത് കാര്യവും സാധിച്ചു തരുമെന്നുള്ള മത്തായി 18:19 വചനപ്രകാരം കർത്താവ് യോഹന്നാൻ 14:14 യോഹന്നാൻ 14:13 കർത്താവ് അങ്ങനത്തെ വചനങ്ങൾ നിങ്ങൾ എന്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നു എന്ന് പിതാവ് പുത്രൻ മഹത്വപ്പെടാൻ വേണ്ടി പ്രവർത്തിക്കും. നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ചെയ്തു തരും. ഈ വചനങ്ങളെല്ലാം ഞങ്ങൾ ശരണപ്പെടുക. ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക. പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മ സഹായത്താൽ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ യൗസേപ്പ് പിതാവിന്റെ പ്രത്യേക കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുകയാണ്. ബൈബിളിൽ താമസിച്ച മക്കളുണ്ടായിരിക്കുന്ന അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ് കർത്താവ് പൂർവ്വപിതാക്കന്മാരുടെ കൂട്ടായ്മ പ്രാർത്ഥിക്കുകയാണ്. ശാംസന്റെ മാതാപിതാക്കന്മാരായ കർത്താവ് മനോബ ദമ്പതികളുടെ അവരെല്ലാം ഓർത്ത് മഹത്വപ്പെടുത്തുകയാണ്. കർത്താവ് അതേപോലെ തന്നെ സ്നാപക സഖറിയ ഹന്ന ദമ്പതികളെ ഓർത്ത് കർത്താവ് അതിനെല്ലാം മഹത്വപ്പെടുത്തുക. സാമുവേലിന്റെ മാതാപിതാക്കന്മാർ എന്തൊരു വിശ്വാസ കർത്താവെ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ കർത്താവ് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. കർത്താവായ ദൈവമേ, ഇന്ന് അർപ്പിച്ച വിശുദ്ധ കുർബാനയോട് ചേർത്ത് ഇപ്പോൾ ആശീർവദിക്കുമ്പോൾ കർത്താവായ ദൈവമേ, ഷെഹിയോന്റെ ഒരു അഗ്നി അഭിഷേകത്തോടെ PDMന്റെ കൂട്ടായ്മയോട് SMന്റെ ഒക്കെ കൂട്ടായ്മയോട് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ ആശീർവദിക്കുന്നു. കർത്താവ് ഇവരുടെ കുടുംബങ്ങളിൽ മക്കൾ ജനിക്കാനുള്ള തടസ്സങ്ങളുണ്ടെങ്കിൽ കർത്താവ് യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ചുവട്ടിലേക്ക് ചാട്ടി പായിക്കുന്നു. കർത്താവ് ശരീരത്തിന്റെ സകലമാന കോൺസ്റ്റിറ്റ്യൂഷനെ മക്കൾ ജനിക്കാൻ തക്കത് നോർമൽ ആകട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവ് ദൈവമേ, അവിശ്വാസത്തിന്റെ തെറ്റായ തരത്തിലുള്ള അറിവുകളുടെയും കർത്താവ് സാധ്യതകൾ ഇല്ലാന്നാണ് ചെയ്യുന്നത്. യേശു നാമത്തിൽ ബന്ധിക്കും വിട്ടുമാറിപ്പോട്ടെ കർത്താവ്. കർത്താവായ ദൈവമേ, മക്കൾ ജനിക്കുന്ന കുടുംബം, വംശം, പാരമ്പര്യം, തലമുറ എന്നതിൽ എന്തെങ്കിലും ഒരു കെട്ടോ തടസ്സം യേശു നാമത്തെ അഴിച്ച് വിടുവിക്കുന്നു കർത്താവ്. ദൈവമേ, സമസ്ത മേഖലകൾക്കും കർത്താവ് ഞങ്ങളുടെ കുറവുകൾക്കെല്ലാം ഞങ്ങൾ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഒരു അത്ഭുതം സംഭവിക്കട്ടെ എന്ന് ആശീർവദിക്കുകയാണ്. ചലിക്കാത്ത കോശങ്ങൾ ചലിക്കട്ടെ എന്ന് കൽപ്പിക്കുക. സൃഷ്ടികൾ അപ്രത്യക്ഷമായി മാറട്ടെ എന്ന് കൽപ്പിക്കുകയാണ്. കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് പ്രഗ്നന്റായി ഡെലിവറിക്ക് ഒരുങ്ങുന്ന എല്ലാ അമ്മമാർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഗർഭാവസ്ഥയിൽ അബോർഷൻ നടത്താൻ കുഞ്ഞിന് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിരിക്കുന്ന സമസ്ത മേഖല യേശുവിന്റെ രക്തം പൊതിയട്ടെ, ഈശോയുടെ വചനം പൊതിയട്ടെ, ഈശോയുടെ കുരിശിന്റെ അടയാളം പൊതിയട്ടെ. ഞങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥനകൾ സ്വീകാര്യമാകണമേ. ദുഷ്ടാരികൾ ബന്ധിക്കുന്നു, രോഗപീഠകൾ ശാസിക്കുന്നു, പൈശാചിത്യങ്ങളെ തകർക്കുന്നു. ദൈവകൃപയാൽ കുഞ്ഞ് ജനിക്കാൻ നോർമൽ ഡെലിവറി ആഗ്രഹിക്കുന്ന സംഭവിക്കട്ടെ എന്ന് ആശീർവദിക്കുക. കർത്താവ് മറ്റെല്ലാ കുടുംബങ്ങളെ നിയോഗങ്ങളെ ആശീർവദിക്കുന്നു. ദൈവാത്മാവിന്റെ വലിയൊരു പ്രവാഹം ഉണ്ടായി അത്ഭുതകരമായ ഈശോയെ മഹത്വപ്പെടുത്തി സാക്ഷ്യപ്പെടുത്താൻ നേർച്ച ഓരോരുത്തർക്കും സംഭവിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.